ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോ ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലെ കപ്പ സ്നാക്സ് ആണ്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് സൂപ്പർ സോഫ്റ്റുമായിട്ടുള്ള ഈ സ്നാക്സ് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഈവനിങ് സ്നാക്സ് ആണ്. ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ രുചികരമായിട്ടുള്ള കപ്പ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ കപ്പ ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. വെള്ളമൊക്കെ ഊറ്റിയെടുത്ത കപ്പ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുക. മല്ലിയില നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ ടൈമിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കളറ് കിട്ടുന്നതിനും എരിവിനും കൂടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുഴച്ചെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിലേക്ക് ഇപ്പോൾ 2 ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ല എങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഇപ്പോൾ ഇതവിടെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. മാവ് നമുക്ക് ചെറിയ ഉരുളകളോ ആക്കിയിട്ടോ അല്ലെങ്കിൽ നീളത്തിലുള്ള റോൾ രൂപത്തിലാക്കിയിട്ടോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാ മാവും ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വശം കുക്കായി വരുന്ന സമയത്ത് മറുവശം കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണയിൽ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായിട്ടുള്ള ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ ചട്നിയോടൊപ്പമോ സോസിനോടൊപ്പമോ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ
ഈ സ്നാക്സിനൊപ്പം കഴിക്കാൻ പറ്റിയ സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നി കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് തക്കാളി കട്ട് ചെയ്തതും അതുപോലെ ഒരു 3 വെളുത്തുള്ളി, വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴന്നു വന്നതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നി കൂടി നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ ചട്നി കൂട്ടിയിട്ട് ഈ സ്നാക്സ് കഴിക്കാൻ വളരെ രുചിയാണ്. അപ്പോൾ ഇതുവരെയും കപ്പ വെച്ചിട്ട് ഇതുപോലത്തെ സ്നാക്സ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.